സമസ്തയും സംഘപരിവാർ നേതാക്കളും ഒരുപോലെയാണെന്നാണ് അല്ലേ? സംഘപരിവാർ നേതാക്കളെ കണ്ടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മറുപടി സമസ്തയുടെ നേതാക്കളെയും കണ്ടില്ല എന്നാണ്. എത്ര വലിയ വിരോധാഭാസമാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സമസ്ത ജനങ്ങൾക്കിടയിൽ എന്ത് വർഗീയ ധ്രുവീകരണമാണ് ഉണ്ടാക്കുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ സംഘടന, ആ പേരിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ജനങ്ങൾക്കിടയിൽ മാന്യമായി പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന, ഒത്തൊരുമയോടെ മുൻപോട്ട് പോകാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന മനോഹരമായ മതസംഘടനയാണ്. എന്നാൽ സംഘപരിവാർ നേതാക്കൾ അങ്ങനെയാ? ഹൈന്ദവരുടെ മതനേതാക്കളാണോ അവർ? അല്ലല്ലോ. ഹൈന്ദവരുടെ ഏതെങ്കിലും മതനേതാക്കളെ താങ്കൾ കാണാൻ അനുവാദം കൊടുത്ത് കണ്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ സമസ്തക്കും കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. ഇത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഏതൊരു വിഷയം വന്നാലും മതം നോക്കി മാത്രം അതിനെ ചർച്ച ചെയ്യുന്ന, ജനങ്ങളെ ധ്രുവീകരിക്കുന്ന ഈ സംഘപരിവാർ നേതാക്കളെ കൊണ്ടുവന്നിട്ട് അവരെ കണ്ടിട്ട് സമസ്തയോട് താരതമ്യം ചെയ്യാൻ എങ്ങനെയാണ് സതീശൻ സാർ അങ്ങേക്ക് തോന്നുന്നത്? എനിക്കിവിടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഒന്ന് വിമർശിച്ചാൽ അതിൻ്റെ താഴെ വന്ന് തെറി പറയുന്ന ഇത്തരം രാഷ്ട്രീയ അടിമകളായ സഹോദരങ്ങളെ കുറിച്ച് ഓർത്താൻ. അതിൽ മുസ്ലിം പേരുള്ളവരാണെന്ന് ഏറ്റവും കൂടുതൽ. അതാണ് സങ്കടം എന്ന് പറയുന്നത്. പിണറായി ഭരിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? 10 കൊല്ലം നിന്നെ കണ്ടില്ലല്ലോ എന്നാണ്. അത് നിങ്ങളുടെ സ്ഥിരം ക്ലീഷേ ഡയലോഗാണ്. കയ്യിൽ വെച്ചാൽ മതി. എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 10 കൊല്ലവും പിണറായി സർക്കാർ ഭരിച്ചപ്പോൾ ഉണ്ടായ അപജയങ്ങളെയും കൃത്യമായി വിമർശിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ വലിയ അപ്പോസ്തലനായിരുന്നു. ഇന്ന് വിമർശിക്കുമ്പോൾ ഞാൻ പിണറായി ഭക്തനാവാൻ. ആ ഡയലോഗ് കയ്യിൽ വെച്ചാൽ മതി മക്കളെ. എനിക്ക് പിണറായിയും കണക്കാണ്, സതീശനും കണക്കാണ്. രണ്ടും രാഷ്ട്രീയ പാർട്ടികളാണ്. രണ്ട് രാഷ്ട്രീയ പാർട്ടികളും നല്ലത് ചെയ്യുന്നുണ്ട്, എന്നാൽ നല്ലതല്ലാത്തവയും അവയിൽ കാണാനുണ്ട്. നല്ലതിനെ പ്രശംസിക്കുകയും അല്ലാത്തതിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്യാന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ പൗരനായി ജീവിക്കുന്ന ഏതൊരാളുടെയും സ്വാതന്ത്ര്യമാണ്. ഞങ്ങളെ വിമർശിക്കാൻ പറ്റൂല, ദീനീന്ന് പുറത്താക്കുമെന്നാണ്. അതൊക്കെ കയ്യിൽ വെച്ചാൽ പോരെ. എന്തിനാണ് ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ? എത്രമേൽ മോശമാണത്. കുറച്ചൊക്കെ നമുക്കൊരു ഒരു ഒരു മെച്യൂരിറ്റിയും ഒരു ബോധമൊക്കെ വേണ്ടേ? ഇത്ര നാണം കെട്ട ഡയലോഗ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആവശ്യകത എന്താണ്? ഏതായാലും ഈ കാണിച്ച പരിപാടി സംഘപരിവാർ നേതാക്കൾക്ക്, അതും ഈ പറയുന്ന വിഷജന്തുക്കൾ, സമൂഹത്തിൽ എന്തൊരു വിഷയം കൊണ്ടുവന്നാലും അതിനെ വിഷലിപ്തമായ വാക്കുകൾ കൊണ്ട് മാത്രം അഭിസംബോധന ചെയ്യുന്ന ഇത്തരം വലിയ വിഷജന്തുക്കളെ കണ്ടിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സമസ്തയെ കൊണ്ടുവന്നത് എത്രമേൽ മോശമാണ്. അങ്ങനെ എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ആളാണെങ്കിൽ KSU നേതാവിന് എന്തുകൊണ്ട് അവസരം നിഷേധിച്ചു? NSS നേതാവിന് എന്തുകൊണ്ട് അവസരം നിഷേധിച്ചു? അപ്പം അവിടെയെല്ലാം നിഷേധിക്കാൻ ചില കാരണങ്ങൾ അങ്ങേക്കുണ്ട്. ഈ സംഘികളെ നിരുത്സാഹപ്പെടുത്താൻ, അവർക്ക് അനുമതി നിഷേധിക്കാൻ മാത്രം കാരണം കണ്ടെത്താൻ കഴിയാതെ പോയത് സംഘികളോട് ചായ്വുണ്ടായത് കൊണ്ടാണോ എന്ന് സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ്?